ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ചിന്താശേഷി കൂടുതലുള്ളവരാണ്. അതും കൊണ്ട് തന്നെ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഓവർ തിങ്കിങ് കാരണം വെറുതെ സ്ട്രെസ് അനുഭവിക്കും. നല്ല സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ഇവർ കൂടുതൽ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇവർക്ക് വലിയ ഭയം ഒന്നും ഉണ്ടാവില്ല. ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഹയർ എഡ്യൂക്കേഷൻ വിദേശത്ത് നോക്കുന്നവർക്ക് നല്ലൊരു കാൾ ഓഫ് ആക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളത് മാത്രം ചെയ്യുക. പരമാവധി വിദേശത്തേക്ക് നോക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. കാരണം നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുള്ളൂ. കുറച്ച് കഷ്ടപ്പാട് ഇപ്പം അനുഭവിക്കാമെങ്കിലും അത് പ്രോബ്ലമേ അല്ല. ഈ കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും നിങ്ങൾക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥയുണ്ടായി, അത് മാനസികമായിട്ടും പ്രശ്നമുണ്ടായി. നിങ്ങൾക്ക് ചിലവ് എന്തായാലും കുറച്ച് കമ്മി തന്നെയായിരിക്കും. പക്ഷെ ഉള്ള ചിലവിൽ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ട് ഒരു ഡിസിഷനിൽ എന്തായാലും ജൂലൈയിൽ എത്തിയിട്ടുണ്ടാവും. വ്യാപാര മേഖലയിൽ പുതിയ അവസരങ്ങൾ എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും. പുതിയ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ടാർഗറ്റുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ജൂലൈയിൽ മിക്കവാറും വന്ന് ഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ക്രിയേറ്റീവായിട്ട് മീഡിയ ഡിസൈൻ എന്നിവയിലൊക്കെ നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിൽ ഗവൺമെന്റ് വഴി വരുന്ന ടെൻഡർ നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഒരു ചെറുകിട നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ അതിജീവിച്ചേ പറ്റുള്ളൂ. ഈ അതിജീവിക്കാൻ നിങ്ങൾക്ക് പഴയ കടം ചോദിക്കാം. മിക്കവാറും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. അത് ആരായാലും ശരി. ഭാവിയിൽ നിങ്ങൾക്കത് ചോദിക്കാത്തതിനുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്കത് ഗുണം ചെയ്യും. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് കുറയും. കുറച്ച് സംസാരിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ സിംഗിൾ ലൈഫാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പിതൃത്വം മാതൃത്വം എല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സിബ്ലിങ്സ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പരമാവധി ശ്രമിക്കുക. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. BP ആങ്സൈറ്റി എന്നീ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുമില്ലെങ്കിൽ ദിവസം രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ സൂര്യനെ തൊഴുകുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു ആലിൻ്റെ ചോട്ടിൽ ഒരു അരമണിക്കൂർ മിണ്ടാണ്ട് ഇരിക്കുന്നതും നിങ്ങൾക്ക് നന്നായിരിക്കും. അവിടെയും ഫോൺ നോക്കി ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്.